ADGP MR അജിത് കുമാറിനും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെയാണ് അൻവറിൻ്റെ യുദ്ധമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ യുദ്ധത്തിൽ അൻവർ ജയിക്കുമോ? ആര് പറഞ്ഞു അൻവറിൻ്റെ യുദ്ധം ഇവരോടാണെന്ന്? അങ്ങനെയാണ് ഞാനും. അൻവറിൻ്റെ യുദ്ധം ആരോടാണെന്ന് അൻവർ ഇന്നലെ പറഞ്ഞു. കാരണം അൻവറിൻ്റെ പ്രസ്താവന മലയാളത്തിലെ മാധ്യമങ്ങൾ കാര്യമായി ചർച്ച ചെയ്തു എനിക്ക് തോന്നുന്നില്ല. ചില പത്രങ്ങളിൽ വാർത്തയായിട്ട് വന്നു, മാതൃഭൂമിയിൽ ഞാൻ കണ്ടു, മനോരമയിൽ ആ ആംഗിളിൽ കണ്ടില്ല. അൻവർ ഇന്നലെ ഗോവിന്ദനെ കണ്ടതിന് ശേഷം അൻവർ പറഞ്ഞെന്താണെന്നറിയോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ വീട്ടിൽ നിന്നല്ല മുഖ്യമന്ത്രി ആയിരിക്കുന്നത്, പാർട്ടിയാണ് ആക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ CPMലെ അനിഷേധ്യനായ എതിർവാക്കില്ലാത്ത നേതാവിനെതിരെ ഇത്ര കടുത്ത വിമർശനം, അതായത് വിജയ താൻ മുഖ്യമന്ത്രിയായത് തൻ്റെ വീട്ടിൽ നിന്നല്ല, തൈക്കണ്ടിയിൽ, അതാണല്ലോ വീട്ടുപേര്, തൈക്കണ്ടിയിലെ വിജയനല്ല, പാർട്ടിയാണ് വിജയനെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്നതെന്ന് ഒരു MLA, CPMൻ്റെ ഒരു MLA പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഗ്രാവിറ്റി മനസ്സിലായോ? ഇത്ര വലിയൊരു വിമർശനം പിണറായി വിജയൻ അല്ലെങ്കിൽ ഒരു വെല്ലുവിളി പിണറായി വിജയൻ സമീപകാലത്ത് കേട്ടിട്ടില്ല. അതാണ് ഈ ആക്രമണത്തിൻ്റെ മുന പിണറായി വിജയനോടാണ്. ഒരു തർക്കവുമില്ല. നമ്മളിത് നേരത്തെ പറഞ്ഞു, പിണറായി വിജയനെതിരെ CPMലെ മാപ്പിള ലഹളയാണ് നടക്കുന്നതെന്നൊരു സംഭാഷണം നമ്മൾ നടത്തി. അത് നമ്മൾ ഒരു ടോക്കായിട്ട് നമ്മുടെ ലിസ്റ്റിൽ കിടപ്പുണ്ട്, നമ്മൾ എയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇതെപ്പോഴാണ് സംഭവിച്ചത്? പിണറായി വിജയനെ അൻവർ പോയി കണ്ടു. അൻവർ പോയി കണ്ട് ഇറങ്ങി വന്ന അൻവറിൻ്റെ ശരീരഭാഷ വല്ലാതെ ക്ഷീണിച്ച തരത്തിലായിരുന്നു. അത് കണ്ടിട്ട് മാധ്യമങ്ങൾ പറഞ്ഞു, വന്നു കണ്ടു കീഴടങ്ങി, മല പോലെ പോയി എലി പോലെ വന്നു എന്നൊക്കെ പറഞ്ഞു, അല്ലേ? മുഖ്യമന്ത്രിയെ കണ്ടിട്ട് കാര്യമായി ഒന്നും മിണ്ടാതെ കാറിൽ കയറി അൻവർ പോയി. അതിൻ്റെ പിറ്റേന്ന് അൻവർ ആരെ കണ്ടു? സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ കണ്ടു. മുഴുവൻ പരാതിയും കൊടുത്തു. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ആണ് അൻവർ പറഞ്ഞത് എന്ത്? വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന വിജയൻ്റെ വീട്ടിൽ നിന്നല്ല, പാർട്ടിയുടെ തീരുമാനപ്രകാരമാണ്, പാർട്ടി കമ്മിറ്റിയാണ് ആക്കിയിരിക്കുന്നത്. പാർട്ടി കമ്മിറ്റിയുടെ മുതലാളി ആരാ? MV ഗോവിന്ദൻ. അപ്പോൾ ആരെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും വർദ്ധിത വീര്യം തിരിച്ചു വന്നത്? പാർട്ടി സംസ്ഥാന സെക്രട്ടറി കണ്ടത്. വെറുതെയാണോ? അത്ര നിഷ്കളങ്കരാണോ നമ്മുടെ ആളുകൾ? അങ്ങനെ ചിന്തിക്കണം. അതല്ലേ രാഷ്ട്രീയം കണ്ടിട്ട് അങ്ങനെയാണ്. പിണറായി വിജയനെ കണ്ടിട്ട് നിശബ്ദരായി പോയ ആൾ പാർട്ടി സെക്രട്ടറിയെ കണ്ടപ്പോൾ വർദ്ധിത വീര്യത്തോടെ പഴയ ഫൈറ്റിംഗ് മോഡിലേക്ക് തിരിച്ചു വന്നുവെങ്കിൽ പോരാട്ടം തുടരൂ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഗോവിന്ദൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഗോവിന്ദനാണ് അൻവറിൻ്റെ പിന്നിൽ നിന്നും നമ്മൾ പറഞ്ഞിരുന്നത്. അതിലേക്ക് പോവുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ മാപ്പിള കലാപമാണ് CPMൽ നടക്കുന്നതെന്ന് പറഞ്ഞു. ആർക്കെതിരെയാണ് ആരോപണങ്ങൾ? ഒന്ന്, P ശശി പേരുകൊണ്ട് ഹിന്ദുവാണ്, MR അജിത് കുമാർ പേരുകൊണ്ട് ഹിന്ദുവാണ്, പിണറായി വിജയൻ തൈക്കണ്ടിയിൽ വിജയൻ പേരുകൊണ്ട് ഹിന്ദുവാണ്, ആണല്ലോ? അതെ. ഇനി നോക്കൂ, ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പുതിയ ആരോപണം ഇന്നലെ വന്നിരിക്കുന്നത് ദത്താത്രേയ ഹൊസബാല, RSSലെ RSSൻ്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തെ മെയ് 20 മുതൽ 22 വരെ തൃശ്ശൂരിൽ നടന്ന ക്യാമ്പിനിടയ്ക്ക് അയാത്തിൽ ഒഫീഷ്യൽ കാർ ഇട്ടിട്ട് അജിത് കുമാർ സ്വകാര്യ കാറിൽ പോയി കണ്ടു, വിജയൻ്റെ നിർദ്ദേശാനുസരണം കണ്ടു എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്ന ആരാണ്? അൻവറാണ്. അത് CPIക്കാർ ഏറ്റെടുക്കുന്നു. അപ്പോഴും ലക്ഷ്യം എന്താണ്? പിണറായി വിജയൻ്റെ ഹിന്ദുത്വ സംഘടനയായ RSSുമായുള്ള ബന്ധം, അല്ലേ? അപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഹിന്ദു നാമധാരികൾക്കെതിരെ മാപ്പിള നാമധാരികൾ നടത്തുന്ന ഒരു കലാപമാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ലിറ്ററലി അത് സംഭവിക്കല്ലേ? അങ്ങനെ സംഭവിക്കുകയാണ്. നോക്കൂ, ഇത്രയും ദിവസമായിട്ട് പിണറായി വിജയൻ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യാൻ മന്ത്രിമാരാരും വരുന്നില്ല എന്ന് പരസ്യമായി ഭീഷണിയും താക്കീതും നൽകിയ മരുമകൻ എവിടെ പോയി? റിയാസിന്റെ ശബ്ദം കേൾക്കുന്നില്ല. ഇന്ന് പാവം ശിവൻകുട്ടി മാത്രമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ CPMൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. പിണറായി വിജയനെ നേരിട്ടോ അല്ലാതെയോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ആക്രമിച്ചാൽ വടിവാളും ഇടിക്കട്ടയുമായി ചാടിയിറങ്ങുന്ന നേതാക്കളൊക്കെ എവിടെ പോയി? മന്ത്രിമാർ എവിടെ പോയി? ബാലൻ എവിടെ? AK ബാലൻ കാണുന്നില്ല, അല്ലേ? നമ്മുടെ ചിറ്റപ്പൻ ജയരാജൻ വരുമായിരുന്നു, പക്ഷെ ജയരാജനെ ഗോവിന്ദൻ വെട്ടിക്കളഞ്ഞു. കാരണം ജയരാജൻ പിണറായിയുടെ മനസാക്ഷിയായിരുന്നു. പിണറായി വിജയൻ്റെ മനസാക്ഷിയായിരുന്ന ജയരാജനെ തെരഞ്ഞെടുപ്പ് ദിവസം ഉണ്ടായ ഒരു വിവാദ പ്രസ്താവന അദ്ദേഹം പരസ്യമായിട്ട് സമ്മതിച്ചു. ഞാൻ ജാവദേക്കറെ കണ്ടുവന്ന് വോട്ടെടുപ്പിൻ്റെ ദിവസം സമ്മതിച്ചു. അതിൻ്റെ പേരിൽ വലിയ ക്ഷീണം പാർട്ടിക്കുണ്ടായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ ആ പ്രശ്നം പിണറായി സോൾവ് ചെയ്തു. പിണറായി പാർട്ടി കമ്മിറ്റി കൂടാതെ പരസ്യമായി ശ്വാസിക്കുകയും
ഗോവിന്ദൻ പോലും പറയുന്നതിന് പകരം ജാവദേക്കറെ ഞാനും കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ജയരാജൻ്റെ ഈ കൂടിക്കാഴ്ച ലഘൂകരിക്കുകയും ചെയ്തു പിണറായി. അത് ജയരാജനെ രക്ഷിച്ചു. പിന്നെ വളരെ പെട്ടെന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അത് വീണ്ടും ഉരുണ്ടുകൂടി വന്ന് ജയരാജൻ്റെ തല വെട്ടുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്? അതിൻ്റെ ഇടയിൽ ഒരു ഗൂഢാലോചന, അതിനിടയ്ക്ക് ഒരു ഗൂഢാലോചന നടന്നു. ഒരു സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ MV ഗോവിന്ദൻ്റെ മകനെതിരെ ജയരാജൻ ആഞ്ഞടിച്ചു. അപ്പോൾ പാർട്ടി പതുക്കെ ഗോവിന്ദൻ പിടിക്കുകയാണ്. ഗോവിന്ദന് പിന്നിലുള്ളത് ആരാണ്? പാർട്ടി സമീപകാലത്ത് മലബാർ പിടിക്കാൻ വേണ്ടി പല രൂപത്തിൽ മുസ്ലിം നാമധാരികളെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നവരൊക്കെ ഇപ്പോൾ പല പ്രശ്നങ്ങൾ ഉന്നയിച്ച് പിണറായിക്കെതിരെ ശശിയെ ചാരി, അജിത് കുമാറിനെ ചാരി ആരടിക്കുകയാണ്? മുഖ്യമന്ത്രി അടിക്കുക. പോത്തിനെ ചാരി എരുമ അടിക്കുന്നത് പോലെ ഈ അടി മുഴുവൻ പിണറായിക്കെതിരാണ്. CPM-നെ ഈ സമ്മേളന കാലത്ത് CPM-ൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ 2 ദിവസം മുമ്പ് ആരംഭിച്ചു. കേരളത്തിൽ മുഴുവൻ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ്. ബ്രാഞ്ച് സമ്മേളനം കഴിഞ്ഞാൽ ഒരു വിതിൻ 2 വീക്സ് 2 ആഴ്ചക്കകം ലോക്കൽ സമ്മേളനങ്ങൾ നടക്കും. പിന്നെ ഏരിയ സമ്മേളനം, ജില്ലാ സമ്മേളനം. പാർട്ടി പിടിക്കാൻ പോവുകയാണ്. പാർട്ടിക്കകത്തുടനീളം ഇത് ചർച്ചയാക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കി. ആരാണ് അൻവറിന് പരസ്യ പിന്തുണയായിട്ട് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വന്നത്? കെട്ടി ജലീലിനെ പിണറായി പരസ്യമായി ശാസിച്ചു. എപ്പോഴാണെന്നറിയാമോ? ജലീലിൻ്റെ നിതാന്ത ശത്രു ആരാണ്? കുഞ്ഞാലിക്കുട്ടിയുടെ മകനുമായി ബന്ധപ്പെട്ടൊരു സഹകരണ ബാങ്കിൽ ഒരു വിവാദം ഉണ്ടായി, ഇല്ലേ? അതുണ്ടായപ്പോഴത്തേക്ക് ജലീൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കി, പിണറായി വിളിച്ച് ശാസിച്ചു. അതോടെ തീർന്നു. അതോടെ പിണറായിയുടെ ശത്രുവായി ജലീല്. ശശിക്കെതിരെയുള്ള ആരോപണം പോലീസിൽ IPS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ച് ജലീലിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. കാരാട്ട് റസാക്ക് മുന്നമ്മലയാണ്. അദ്ദേഹത്തിനെതിരെ ഉണ്ടായുള്ള ആരോപണങ്ങൾ എന്താ? ഇതെല്ലാം മലബാറിൽ നടക്കുന്ന സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കലൊക്കെ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലതവണ ആരോപണങ്ങളിൽപ്പെട്ട ആളുകളും അവരുമായി ബന്ധമുള്ള ആളുകളും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഇവരൊക്കെ ജലീലിനെതിരെ ഉണ്ടായ ആരോപണങ്ങൾ മോശം അല്ല. ഇപ്പോൾ വളരെ കൃത്യമായി CPM കോൺഗ്രസിനെ അല്ലെങ്കിൽ UDF-നെ മലബാറിൽ നേരിടാൻ വേണ്ടി കുറേ ആളുകളെ വിളിച്ചുകൊണ്ട് വന്നു. അവരെല്ലാം വന്ന് അവർ ഹൈജാക്ക് ചെയ്തു. ഇവർക്കെതിരെ പാർട്ടിക്ക് നടപടിയെടുക്കാൻ പറ്റില്ല. കാരണം ഇവർക്കാരും മെമ്പർഷിപ്പില്ല, പാർട്ടി അംഗത്വമില്ല, അനുഭാവികളാണ്. നടപടിയെടുക്കാൻ പറ്റില്ല. അവരെന്ത് പറഞ്ഞാലും പാർട്ടിയോടൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. സമാധാനം പറയണ്ട. പാർട്ടിക്ക് വിശദീകരണം ചോദിക്കാൻ പറ്റുമോ? വേണേ ഒരു കത്ത് കൊടുക്കുക, എനിക്ക് സൗകര്യമില്ല മറുപടി തരാനെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത പ്രാവശ്യം നീ എന്നെ MLA ആക്കണ്ടേ? അത്രയേ ഉള്ളൂ. എന്നെ അടുത്ത പ്രാവശ്യം MLA ആക്കണ്ട. ജലീൽ പറഞ്ഞു ഞാനിനി മത്സരിക്കാനില്ല എന്ന് കെട്ടി ജലീൽ പറഞ്ഞു. കെട്ടി ജലീൽ എങ്ങോട്ട് പോകും? കെട്ടി ജലീലിൻ്റെ ലീഗിലേക്ക് പോകാൻ പറ്റുമോ? കുഞ്ഞാലിക്കുട്ടിയുടെ ലീഗിൽ, കുഞ്ഞാലിക്കുട്ടി ജീവിച്ചിരിക്കുന്ന കാലത്ത് ലീഗിൽ കയറാൻ പറ്റില്ല. ഇനി എവിടെ പോകാം? പഴയ സിമി പോകാൻ സിമി ഇല്ല. SDPA പോകുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ജലീലിനെ സംബന്ധിച്ച് ഇപ്പോൾ ജലീൽ കഴിഞ്ഞ ദിവസം FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ചിന്ത ഇറക്കിയത്, DC ബുക്സ് ഇറക്കിയത്, ഇതിനൊക്കെ റോയൽറ്റി കിട്ടിയെന്നും പറഞ്ഞ് അതിൻ്റെ ഫോട്ടോ കിട്ടി. 60,000 രൂപ 25,000 രൂപയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പുസ്തകം എഴുത്തുമായിട്ട് ജീവിക്കുമായിരിക്കും. എന്തു ആവട്ടെ, പക്ഷേ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന കളികൾ വളരെ വ്യക്തമാണ്. ഇനി വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. പിണറായി ആണ് ദത്താത്രേയ ഹൊസബാലയെ കാണാൻ അജിത് കുമാറിനെ വിട്ടുവെന്ന് ആര് പറയുന്നു? അൻവർ പറയുന്നത് സതീശൻ ഏറ്റെടുത്തിട്ടുണ്ട്. സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ഒരു ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്. ക്യാബിനറ്റ് റാങ്ക് ഉള്ള ഒരാൾ ഇത്തരം ഒരു ആരോപണം ഏറ്റെടുക്കുമ്പോൾ അതിന് എന്ത് തെളിവാണ് അദ്ദേഹത്തിനുള്ളത്? ആരോപണം ആർക്കും പറയാം. അപ്പോൾ വെറുതെ അൻവറിൻ്റെ മൈക്കായി സതീശൻ മാറുമ്പോൾ എങ്ങനെ തെളിയിക്കാൻ പറ്റും? അവിടെ പോയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇനി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടാണെന്നതിനുള്ള തെളിവെന്താണുള്ളത്? പിണറായി വിജയൻ നിയമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. പിണറായിക്ക് നല്ല അടുപ്പമുണ്ട് എന്നുകൊണ്ട് പിണറായി പറഞ്ഞിട്ടാണോ അൻവർ പോയത്? അങ്ങനെ ഉണ്ടെങ്കിൽ സ്വപ്ന സുരേഷിൻ്റെ വീട്ടിൽ വേറെ പരിപാടിക്ക് ശിവശങ്കരൻ പോയത് പിണറായി പറഞ്ഞിട്ടാണോ? പിണറായിയുടെ ഏറ്റവും അടുപ്പമുള്ള ആളല്ലേ? പിണറായിയുടെ വിശ്വസ്തനായിരുന്ന അയാൾ കള്ളു കുടിച്ച് ഗേറ്റിൽ നിന്ന് ആടുമായിരുന്നു സ്വപ്നയുടെ വീട്ടിൽ എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു പറയുന്നത്. അത് പിണറായി വിജയൻ പറഞ്ഞു, നീ വൈകിട്ട് 2 അടിക്ക് ശിവശങ്കര, എന്നിട്ട് സ്വപ്ന സുരേഷിൻ്റെ ഫ്ലാറ്റിൻ്റെ ഗേറ്റിൽ പിടിച്ച് ആടി നിൽക്ക് എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വ്യക്തിപരമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി ബർഡൻ പിണറായിയുടെ തലയിൽ കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സതീശന് പ്രൂവ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ സതീശൻ ചെയ്യുന്നത് മീൻ വണ്ടിയിൽ 150 കോടി രൂപ സതീശൻ കൊണ്ടുവന്നു എന്ന് അൻവർ പറഞ്ഞതിന് തുല്യമായി അൻവർ പറഞ്ഞൊരു സാധനം എടുത്തു വെച്ച് പിണറായി അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ് സതീശൻ. തെളിവ് വേണം. ഇപ്പം നോക്കൂ, സുരേഷ് ഗോപിയെ തോൽപ്പിച്ചത് പൂരം കലക്കിയിട്ടാണ്. സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയിട്ടാണ്. പൂരം കലക്കിയത് പോലീസാണ്. പോലീസ് പൂരം കലക്കിയത്
CPM പറഞ്ഞിട്ട് BJP യെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് താരതമ്യേന ജൂനിയർ ആയിരുന്ന SP കമ്മീഷണർ അത് ചെയ്തത്. അന്ന് MR അജിത് കുമാർ അവിടെ ഉണ്ടായിട്ട് ഒന്നും ചെയ്തില്ല. നോക്കേണ്ട ഒരു കാര്യം, സുരേഷ് ഗോപി ജയിച്ചത് 74,686 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്, ചെറിയ ഭൂരിപക്ഷമൊന്നുമല്ല. അത് പൂരം കലക്കിയതിൻ്റെ പേരിൽ എത്ര വോട്ട് പറഞ്ഞിരിക്കും? അപ്പോൾ സുരേഷ് ഗോപിക്ക് അവിടെ വോട്ടൊന്നും കിട്ടൂലായിരുന്നോ? അപ്പോൾ ഇത്രയും ഭൂരിപക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇത് മറികടക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വോട്ട് കിട്ടിയാലേ ജയിക്കാൻ പറ്റും. വി എസ് സുനിൽകുമാറൊക്കെ ചെയ്യേണ്ട മാന്യമായി തോറ്റെങ്കിൽ തോറ്റെന്ന് സമ്മതിക്കണം. ഇനിയിപ്പോൾ പൂരം കലക്കി, പൂരത്തിൻ്റെ അന്ന് ഈ പോലീസ് കമ്മീഷണർ അധികാര ദുർവിനിയോഗം നടത്തി, അമിത ബലപ്രയോഗം നടത്തി എന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എവിടെയായിരുന്നു സതീശൻ? ഈ സതീശൻ ചോദിക്കുന്നുണ്ട്, MR അജിത് കുമാർ അവിടെ തൃശ്ശൂർ ജില്ലയിൽ ഉണ്ടായിരുന്നിട്ട് ഈ കമ്മീഷണർ നടപടിയിൽ എന്തുകൊണ്ട് ഇടപെട്ടില്ല? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ MLA മാരുണ്ടല്ലോ അവിടെ, നിങ്ങളുടെ MP പ്രതാപനില്ലേ, പ്രതാപൻ എന്ത് ചെയ്തു? പ്രതാപൻ അങ്ങോട്ടൊന്ന് പോയോ? പ്രതാപൻ അവിടെ പോയിട്ട് കമ്മീഷണറെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ സർക്കാരിനെ ആഭ്യന്തരമന്ത്രി ആയ പിണറായി വിജയനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ DGP വിളിച്ചിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിക്കുന്നത് തെറ്റാണ്, തെമ്മാടിത്തരമാണ്, പൂരം അലങ്കോലപ്പെടുത്തുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രതാപന് പ്രതിപക്ഷ നേതാവിനെ ഇടപെടുത്താൻ പാടില്ലായിരുന്നോ? പ്രതിപക്ഷ നേതാവ് സതീശൻ്റെ വായിൽ എന്തായിരുന്നു? വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുകയായിരുന്നോ? മിണ്ടിയിട്ടില്ലല്ലോ. അപ്പോൾ അജിത് കുമാർ മിണ്ടിയില്ല എന്ന് പറയുമ്പോൾ പൂരം അലങ്കോലപ്പെടുത്തുന്ന പ്രക്രിയ ഒരു രാത്രി മുഴുവൻ നീണ്ടുന്നതാണ്. 1 മണിക്കൂർ കൊണ്ടല്ല, ഒരു രാത്രി മുഴുവൻ ആ പൂരം അലങ്കോലപ്പെടുത്തി പുലർച്ചെയുള്ള വെടിക്കെട്ട് വരെ മാറ്റിയിട്ട് നേരം വെളുത്തിട്ട് ആ വെടിക്കെട്ട് നടത്തിയ ഈ സമയമൊക്കെയും സതീശൻ എന്ത് ചെയ്തു? പ്രതാപൻ എന്ത് ചെയ്തു? അവിടെ ഒരു MLA ഉണ്ടല്ലോ, തൃശ്ശൂർ MLA, കള്ളു കുടിച്ചിട്ട് ശ്രീരാമനെ തെറി പറഞ്ഞ MLA ബാലചന്ദ്രൻ. സുനിൽകുമാർ പറയണം ഈ MLA എവിടെ ഉണ്ടായിരുന്നു? ഇടപെട്ടോ? തൃശ്ശൂരിലെ ഇടപെട്ടില്ല. അപ്പം MR അജിത് കുമാർ ഇടപെട്ടില്ലെങ്കിൽ നിങ്ങളും ഇടപെട്ടില്ല. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനൊരു സാങ്കത്യം വേണം, ജനുവിനായിരിക്കണം. അപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളത് ഇവർക്ക് ഇപ്പോഴും ഡൈജസ്റ്റ് ചെയ്യാത്ത, ദഹിക്കാത്തൊരു സത്യമാണ്. ഇല്ലാത്ത കാര്യങ്ങളുണ്ട്. പൂരം അലങ്കോലപ്പെട്ടതുകൊണ്ട് വികാരം വ്രണപ്പെട്ടിട്ടുണ്ടാവാം, അതെ, വിശ്വാസികൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും, അത് വോട്ടായിട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറയുന്നത് ഈ വിജയത്തെ അങ്ങ് ലഘൂകരിക്കാനും ജനങ്ങളുടെ ഒരു നിശ്ചയത്തെ അട്ടിമറിക്കാനും വേണ്ടിയിട്ടാണ്, ചെറുതാക്കാനും വേണ്ടിയിട്ടാണ്. സത്യത്തിൽ സതീശൻ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ദത്താത്രേയ ഒസവാലയെ കണ്ടിട്ടുണ്ടെങ്കിൽ RSSൻ്റെ ക്യാമ്പിന് വന്നതാണല്ലോ അല്ലേ? അതെ. RSSൻ്റെ ക്യാമ്പ് പാറമേക്കാവ് വിദ്യാബന്ധ സ്കൂളിൽ നടക്കുമ്പോൾ RSS ജനറൽ സെക്രട്ടറി, അതായത് സർസംഘചാലക് മോഹൻ ഭാഗവത് കഴിഞ്ഞാൽ രണ്ടാമനാണ് ജനറൽ സെക്രട്ടറി. ഒരു പക്ഷേ അടുത്ത സർസംഘചാലക് വരെ ആയേക്കാവുന്ന ആളാണ് എന്ന് കരുതപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെ കാണാൻ MR അജിത് കുമാർ ഒഫീഷ്യൽ കാർ വിട്ട് ഒരു പ്രൈവറ്റ് കാറിൽ വന്നു. പ്രൈവറ്റ് കാറിൽ RSSൻ്റെ ക്യാമ്പിൽ വെച്ചാണ് കണ്ടത്. അതെ. ആ ക്യാമ്പിൽ വെച്ച് കാണുമ്പോൾ അവിടെ ഒരു കേരളത്തിലെ ADGP ഒരുപാട് വിവാദങ്ങളിലൂടെയും അല്ലാതെയും കേരളത്തിലെ ഏതാണ്ട് എല്ലാവർക്കും പരിചിതനായ ഒരാൾ അവിടെ ചെല്ലുമ്പോൾ ഈ RSS ക്യാമ്പിൽ പങ്കെടുക്കുന്ന ആരും കാണത്തില്ലേ? അത് തലയിൽ മുണ്ടിട്ടാണോ അജിത് കുമാർ പോയത്? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ഉന്നം വെക്കുന്നത് നോക്കൂ, ഇതിനകത്ത് മുഴുവൻ ആരോപണത്തിൻ്റെ കുന്തമുന നീട്ടിയിരിക്കുന്ന മുഴുവൻ CPMലെ ഹിന്ദു നാമധാരികൾക്കെതിരാണ്. ഹിന്ദു സഖാക്കൾ എന്ന് പറയുന്നില്ലേ, CPMലെ ഹിന്ദു സഖാക്കൾ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം പാർട്ടിയെ ഒരു വിഭാഗം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ഈ പാർട്ടിയെ ഈ സമ്മേളന കാലത്ത് പൂർണ്ണമായും തങ്ങളുടെ പരിധിയിൽ നിർത്താൻ പുറത്തു നിൽക്കുന്ന ചാവേറുകളായി നിൽക്കുന്ന ഒരാൾ ചാവേറാകാൻ പോയാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ജലീൽ ചോദിച്ചത്. അപ്പോൾ ചാവേറുകളായി 3-4 പേര് പുറത്ത് നിന്നിട്ട് അവർ ചില ഓപ്പറേഷൻസ് പാർട്ടിക്കകത്ത് നടത്തി പാർട്ടി പിടിക്കാൻ, പിണറായി വിജയനെ അട്ടിമറിക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് ഇപ്പോൾ രണ്ടാമനായി നിൽക്കുന്ന, രണ്ടാമനായിരുന്ന കോടിയേരി പോയി, മൂന്നാമനായിരുന്ന ജയരാജൻ പോയി, അവസാനം നാലാമനായിരുന്ന ഗോവിന്ദൻ മാത്രമേ ഉള്ളൂ. ഇടയ്ക്കുള്ള 2 പേരും പോയപ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ടാമനായ ഗോവിന്ദന് ഒന്നാമനാകാനുള്ള ശ്രമമാണോ? ഗോവിന്ദനെ മുന്നിൽ നിർത്തി, കാരണം മുഹമ്മദ് റിയാസിനെ ഇപ്പോൾ സെക്രട്ടറി ആക്കാൻ പറ്റില്ല. പാർട്ടി പിടിക്കാൻ മുഹമ്മദ് റിയാസിനെ കളത്തിലിറക്കിയാൽ വലിയ പ്രത്യാഘാതം ഉണ്ടാവും. അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷേ റിയാസ് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? റിയാസ് പിണറായിയെ കൈവിട്ടോ? എനിക്ക് സംശയമുണ്ട്. കാരണം മുൻകാലങ്ങളിൽ അങ്ങനെയല്ല അദ്ദേഹം പ്രതികരിച്ചിരുന്നത്. എന്തു കാര്യവും പാർട്ടിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ മറ്റേ മാസപ്പടി കേസാവട്ടെ, എന്തിനും അഭിപ്രായം പറയുന്ന റിയാസ് ഇത്ര ദിവസമായിട്ടും ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പോൾ റിയാസും ഈ പറഞ്ഞ അൻവറും ജലീലും കാരാട്ട് റസാക്കും പിന്നെ നമുക്ക് പേരറിയാത്ത ഒരുപാട് ആളുകളും ഉൾപ്പെടുന്ന ഒരു സംഘം CPMനെ അട്ടിമറിക്കാൻ, പിണറായി വിജയനെ അട്ടിമറിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPMനെ അട്ടിമറിക്കാനല്ല, CPM പിടിച്ചെടുക്കാൻ. ഈ സമ്മേളനം, ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങി സംസ്ഥാന സമ്മേളനം വരെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ
പാർട്ടിയെ പിടിക്കാനുള്ള ഒരു നീക്കം നടത്തുകയാണ്. അതിന് കാരണം പിണറായി വിജയനായതാണ്, അജിത് കുമാർ ആയതാണ്, ശശി ആയതാണ് ഇതിന് കാരണം. അതിനൊരു പക്ഷേ ഒരു മരം വെട്ടാൻ ഒരു കോടാലി കൈ ഉണ്ടാവും. കൈയില്ലാണ്ട് കോടാലിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ കോടാലി കൈയായിട്ട് MP ഗോവിന്ദൻ മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഈ പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ അറിയാം. കാരണം ഈ യുദ്ധം, അൻവറിൻ്റെ യുദ്ധം മറ്റാർക്കുമെതിരല്ല, പിണറായി വിജയനെതിരെയാണ്. ഒരു സംശയമില്ല. ആ യുദ്ധത്തിൽ അൻവർ ജയിക്കുമോ പിണറായി വാഴുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.